ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് ചാനലിലും ഫേസ്ബുക്കിലും എല്ലാം നമ്മൾ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ഫീൽഡിനെ കുറിച്ചുള്ള കുറേ മോശമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ പൊതുജനങ്ങളെല്ലാം ഒരുപാട് കൺഫ്യൂഷനിലാണ്. അനുഭവപരിചയം കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിവ് പോരാ, കണ്ടറിവ് അല്ലെങ്കിൽ അനുഭവം വേണമെന്നാണല്ലോ പറയാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവ പരിചയത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും തിരക്ക് പിടിച്ചൊരവസ്ഥയാണ്. ഒരുപാട് ടെൻഷൻ ഉള്ളൊരവസ്ഥയും കൂടിയാണ്. ആദ്യമൊക്കെ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പരിചയമില്ലാത്ത സ്ഥലം, ഒരുപാട് ആളുകൾ. ഒരു 2-3 ലൊക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ഒന്ന് ശരിയായത്. നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് വലിയ വലിയ വണ്ടികൾ, ക്യാരവാന്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, മെയിൻ ആർട്ടിസ്റ്റുകൾ, അവരുടെ ചുറ്റും കുറേ ക്യാമറമാൻമാർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ, വേറെ ഷൂട്ടിംഗ് കാണാൻ വന്ന് നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ, കാസ്റ്റ് ചെയ്യുന്നവർ, ടെക്നീഷ്യന്മാർ, ഇങ്ങനെ മൊത്തത്തിൽ ഒരുപാട് തിരക്കിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ മറ്റൊരാളെ മറച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കാം. വിവാദ നായകന്മാരായ മുകേഷ്, സിദ്ദിഖ് എന്നൊക്കെ പറയുന്നത് നമുക്കെല്ലാം വർഷങ്ങളായിട്ട് അവർ സിനിമാ ഫീൽഡിലുള്ളവരാണ്. അവരുടെയൊക്കെ ഒരുപാട് നല്ല സിനിമകൾ കണ്ട് നമ്മളൊക്കെ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അവരോടൊക്കെ സ്നേഹവും ആരാധനയും മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അവരെക്കുറിച്ചാണ് മോശമായ ഇത്തരത്തിൽ പരാമർശങ്ങൾ കേൾക്കുന്നത്. ഞാനും പല ലൊക്കേഷനിൽ വെച്ച് അവരുടെ ഡയറക്ടറൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സിനിമാ ഫീൽഡിലേക്ക് കാലെടുത്ത് വെച്ച് നമ്മളെയൊന്നും നമുക്ക് മൈൻഡാക്കേണ്ടതൊന്നും ആവശ്യമില്ല. പക്ഷേ അവരുടെയൊക്കെ നോട്ടത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ നല്ല റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് അവർക്ക് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അവരിൽ നിന്ന് മോശമായ ഒരു അനുഭവവും എനിക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ജയസൂര്യയെക്കുറിച്ച് കേട്ട ഒരു പരാമർശം കേട്ട് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാരണം ജയസൂര്യ സെക്രട്ടേറിയറ്റിലോ മറ്റോ ഉള്ള ഏതൊരു ലൊക്കേഷനിൽ വെച്ചിട്ട് ബാത്റൂം സൈഡിൽ പോയി ആ ലേഡിയുടെ ബൈക്കിൽ പിടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല സുഹൃത്തുക്കളെ. കാരണം മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ബാത്റൂം സൗകര്യം ഒന്നുകിൽ ക്യാരവാനിലോ അല്ലെങ്കിൽ ഹോട്ടൽ റൂം സെറ്റപ്പോ ഒക്കെ ആയിരിക്കാം. അവരൊരിക്കലും സപ്പോർട്ടറുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോകുന്ന ബാത്റൂം സൈഡിലേക്ക് വരേണ്ടതായ ഒരു കാര്യമില്ല. അത് തന്നെയല്ല, ജയസൂര്യ എന്ന് പറയുന്നത് ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റാണ്. ആളുടെ കൂടെ എപ്പോഴും മേക്കപ്പ് മാൻമാരും അല്ലെങ്കിൽ അല്ലാത്തവരും ഉണ്ടാവും. അവരുടെ എല്ലാം കണ്ടുപിടിച്ച് ജയസൂര്യ ഇങ്ങനൊരു കാര്യം വന്ന് ചെയ്യുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. അതൊരിക്കലും പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ലേഡീസിന് സിനിമാ ഫീൽഡിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ലേഡീസിന് മാത്രമല്ല, ജെൻസിനും ഉണ്ട്. അതിപ്പോൾ സിനിമാ ഫീൽഡിൽ മാത്രമല്ല, ഏത് ഫീൽഡിൽ ജോലിക്ക് പോയാലും അവിടെ ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം മെയിൻ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഒരു മെയിൻ ആർട്ടിസ്റ്റിന് രാവിലെ ഒരു 11 മണിക്കാണ് അവരുടെ സീൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു 10:30 അല്ലെങ്കിൽ 11 മണിക്കോ ലൊക്കേഷനിൽ എത്തിയാൽ മതി. പക്ഷേ ഒരു സപ്പോർട്ട് റോളിൽ അഭിനയിക്കുന്ന ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം അവരോട് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6:30 അല്ലെങ്കിൽ 7 മണിക്കോ ആയിരിക്കാം. അപ്പോൾ അവർ എത്ര ദൂരത്താണെങ്കിലും ഈ രാവിലെ 6:30 അവിടെ ലൊക്കേഷനിലെത്തണം. എത്തി മേക്കപ്പ് ഇട്ടിരുന്നാലും ചിലപ്പം സീൻ എടുക്കുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ ആയിരിക്കാം. അപ്പോൾ ആ സമയം ഫുള്ള് വേസ്റ്റാണ്. അതുപോലെ തന്നെ 9 മണി രാത്രി അല്ല 10 മണിക്കൊക്കെ ആയിരിക്കാം പാക്കപ്പ് പറയുന്നത്. അതുവരെ ആ ലേഡി ഇപ്പോൾ എത്ര ദൂരത്താണേലും അവിടുന്ന് പോരാൻ പറ്റില്ല. അപ്പോൾ യാത്രയുടെ ബുദ്ധിമുട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലേഡീസിനും പിന്നെ ജെൻസിനും അതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എന്നോടൊക്കെ ആണെങ്കിലും കോർഡിനേറ്റേഴ്സ് രാത്രി 10 മണിക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ 6:30 ഗുരുവായൂരെത്തണം, തൃശ്ശൂരെത്തണം എന്നൊക്കെ. പക്ഷേ പലപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഈ രാത്രി 10 മണിക്ക് വിളിച്ച് പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, കോസ്റ്റ്യൂമും നിങ്ങൾ എടുത്തോണം. മിക്ക കോസ്റ്റ്യൂമുകളും ലൊക്കേഷനിൽ നിന്ന് കിട്ടണമെന്നില്ല, നമ്മൾ തന്നെ കൊണ്ടുപോകലാണ്. അപ്പം ഈ രാത്രി കോസ്റ്റ്യൂം സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉറക്കം പോയിട്ടുണ്ടാവും. കൂടാതെ 6:30 7 മണിക്ക് ഇപ്പം ദൂരെ സ്ഥലത്തെത്തണമെങ്കിൽ നമ്മൾ രാവിലെ 4 മണിക്കേലും എഴുന്നേറ്റ് റെഡി ആവണമല്ലോ. അപ്പോൾ അന്നത്തെ രാത്രി ഉറക്കം പോയി. അപ്പോൾ ഈ ഉറക്കം പോയി നമ്മൾ പോയി നിൽക്കേണ്ടത് ലൊക്കേഷനിലും ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്കും ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യം സമ്മതിക്കാതെ വരുമ്പോൾ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ പല സീൻസിലും അഭിനയിക്കാൻ പറ്റിയിട്ടുമില്ല. അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ ഫീൽഡിലുണ്ട്. അതുപോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ, ലേഡീസ് ആണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ബോൾഡായി നിൽക്കേണ്ടടുത്ത് നിൽക്കുക തന്നെ വേണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. അല്ലാണ്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പം അതിനൊരു തെളിവുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനോ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും ലേഡീസ് ഒരുപാട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എനിക്കുണ്ടായ അവസ്ഥകളും എനിക്കറിയാവുന്ന കാര്യങ്ങളുമാണ്. അത് ചിലപ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നില്ല, മറ്റൊരാൾക്കുണ്ടാകുന്ന അവസ്ഥ വ്യത്യസ്തമായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ചാനലുകളെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ. പക്ഷേ അത് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോയെന്നും അറിയില്ല. കാരണം അതിലും ഒരുപാട് വലിയ കാര്യങ്ങൾ നമ്മുടെ തലയ്ക്ക് മേതെയുണ്ട്. ഇപ്പോൾ എറണാകുളത്ത്
ഉള്ളവർക്കറിയാം. പിന്നെ ഒരുപാട് നല്ല സ്ഥലമാണ് എറണാകുളം. പോസിറ്റീവ് എനർജി ഒരുപാടുണ്ട്. എല്ലാ ഫെസിലിറ്റി ഉള്ള സ്ഥലമാണ്. പക്ഷെ ഒരു 2 മഴ അടുപ്പിച്ച് പെയ്താൽ എറണാകുളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇവിടെ താമസിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മുടെ തലയ്ക്ക് മേതെയുള്ളത് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ വലിയൊരു ബോംബാണ്. അപ്പോൾ അതിന് ബദലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ടത്. അതിങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് സമയം വെറുതെ വേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.